ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു സ്നാക്കാണെന്ന്. നമ്മുടെ കടല ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വടയാണിത്. അപ്പോൾ നമ്മളെപ്പോഴും പരിപ്പുവട പഴംപൊരിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടുതലായിട്ട് കടല ഉണ്ടാവും. കടല എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് കമൻറ്റ്സ് വരാറുണ്ട്. പല റെസിപ്പികളും കടലയുടെ ചെയ്യുമ്പോൾ കടലക്കറി തന്നെ ഉണ്ടാക്കി മതിയായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് കടല ഉപയോഗിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചായക്ക് പലഹാരമായിട്ട് ഇതുപോലെ കടല വട ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വട ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അയമോദകം ചേർക്കണമെങ്കിൽ അയമോദകം ചേർക്കാം. ഇത് രണ്ടും താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കായം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2-3 പിഞ്ച് കായം ചേർക്കാം കേട്ടോ. അതിൽ കൂടിപ്പോരുത് കായം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ കാര്യം ഞാൻ ആദ്യം വട ഉണ്ടാക്കുമ്പോൾ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് കടല 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി അത്യാവശ്യം കൂടുതൽ വേണം കടല ആയതുകൊണ്ട്. പിന്നെ ഒരു ചെറിയ സവോള, ഒരു മീഡിയം വലിപ്പമുള്ള സവോള, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കടലയും എല്ലാം ഒന്ന് അരച്ചെടുക്കണം. സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ചതച്ച് ചേർക്കുക. സവോള ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ പരിപ്പുവടക്കൊക്കെ ചേർക്കുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി അരഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ കടല വല്ലാതെ അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോരുത്, ഒന്ന് ചെറുതായിട്ട് തരിതരിപ്പോടെ അരയാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇഞ്ചി ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ നമ്മൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വടയ്ക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ അരച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കടലയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കടലയിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കടലയിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുമിച്ച് തന്നെ അരച്ചിട്ടുണ്ടെങ്കിൽ കടല പെർഫെക്റ്റായിട്ട് അരഞ്ഞു വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക എന്ന് പറയുന്നത്. വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അപ്പോൾ നമ്മുടെ കടല നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, കുറച്ച് തരിതരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കടലയും അരച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ അളവ് കൂടുതൽ ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയും അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കടല മുഴുവൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ അയമോദകം ചേർത്താലും മതി. പക്ഷെ പെരിഞ്ജീരകം ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അയമോദകം ആയാലും കുഴപ്പമില്ല, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുന്നത് നമുക്ക് വയറിന് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം ചേർത്ത് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ വടയുടെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റണം. ആ രീതിയിൽ കടല കറക്റ്റായിട്ട് മിക്സ് ആവണം. ഇതുപോലെ ഷേപ്പായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൂടുതൽ ചേർക്കുക കേട്ടോ. ഇങ്ങനെ ഷേപ്പായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൂടുതൽ ചേർക്കുക. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ അരിപ്പൊടി കൂടുതൽ ചേർക്കേണ്ടി വരും. വെള്ളം കുറവാണെങ്കിൽ അരിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത്. ആ കടലയിലുള്ള നനവ് ഉപയോഗിച്ച് അരച്ചെടുത്താണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തിട്ട് വേണം വീണ്ടും അരയ്ക്കാൻ, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ വടകളെല്ലാം പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കടലയുടെ മിക്സിങ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കറക്റ്റ് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി
പച്ചമുളക് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് മുറിച്ച് ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു സവോളയുടെ പീസ് ഇട്ട് കൊടുത്ത് നോക്കാം എണ്ണയുടെ ചൂട് കറക്റ്റാണോ എന്ന്. എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ പരിപ്പോടി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളമൊന്നും കയ്യിൽ തടവാതെ ഡയറക്റ്റ് ഇതുപോലെ കയ്യിലേക്ക് നമ്മുടെ മിക്സ് എടുക്കുക. ഇടത് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. വെള്ളം കയ്യിൽ നനവുണ്ടാവരുത്. നനവുണ്ടെങ്കിൽ നമ്മുടെ വടയുടെ ഉള്ളിലേക്ക് വെള്ളം കൂടുതൽ കയറും, എണ്ണയിലേക്ക് വീഴുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ചെറിയ കനത്തിൽ പരത്തിയെടുക്കുക. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കനത്തിൽ പരത്താന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത വടയും റെഡിയാക്കി എടുക്കാം. ആദ്യം എടുക്കുന്ന ബോൾ കറക്റ്റ് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വട ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ വടയുടെ ഷേപ്പ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഷേപ്പിലുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നടുഭാഗത്തൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തിക്നെസ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മൾ മറ്റുള്ള വടകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നടുഭാഗം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എണ്ണയിലേക്ക് വട ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് നന്നായിട്ട് കുക്കാവേണ്ടതാണല്ലോ, കടലയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് 4 വട ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ വടയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട വടയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ച് അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കനം കുറച്ചിട്ടത് കൊണ്ട് തന്നെ വേഗം മൊരിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ മൊരിഞ്ഞ് വരാൻ സമയമെടുക്കും. അപ്പോൾ ആദ്യം ഇട്ട വടകൾ ആദ്യം തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട വട മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടോ, ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി കളർ മാറും കേട്ടോ. ഇരുന്ന് കഴിയുമ്പോൾ കളർ മാറി വരും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള വടകളൊക്കെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കടല വടയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 15 വട ഉണ്ടാക്കാനുള്ള എണ്ണ ഉണ്ടാവും കേട്ടോ. ഒരു കപ്പ് കടല എടുത്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്നതെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ വൈകിട്ട് കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. മിനിമം 6 മണിക്കൂർ സോക്ക് ചെയ്യണം എന്നേ ഉള്ളൂ. കൂടുതലിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെ വട ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. രാവിലെ തന്നെ വെള്ളത്തിൽ കടല ഇട്ടിട്ട് വൈകിട്ട് വട ഉണ്ടാക്കുമ്പോൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ സോക്കായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സോക്കാവണം എന്നുള്ളതേ ഉള്ളൂ. 6 മണിക്കൂറിൽ കുറവ് സോക്കായിട്ടുണ്ടെങ്കിൽ കടല അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വട ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. അരിപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ ക്രിസ്പി ആയി പോകും, കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ ഒരുപാട് അരിപ്പൊടി ചേർക്കാതെ, നിങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് തന്നെ വട ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.